ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് റയർ വണ്ടിയാണ്. നമ്മൾ ബാക്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പഴയ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവുള്ളൂ ഈ വണ്ടി ഏതാണെന്നൊക്കെ. അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നത് ഈ ഒരു റയർ മുതലിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോക്ക് എടുക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 1995 മോഡല് മഹീന്ദ്രയുടെ FJ എന്ന് പറഞ്ഞ മോഡലിൽ വരുന്ന ഒരു 4x4 ട്രക്കാണ് കേട്ടോ. ഇതൊരു പിക്കപ്പ് ട്രക്കാണ് വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര റയറാണ് ഇപ്പോൾ. പക്ഷേ പണ്ട് കാലത്ത് ഇതിൻ്റെ നിങ്ങളിപ്പോഴും പല സ്ഥലത്തും ഇതിൻ്റെ വാന് കാണാറുണ്ട്, മിനി ബസ്സായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ എന്താണ് അഥവാ ഈ ഒരു 4x4 ട്രക്ക് വളരെ ലിമിറ്റഡായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കിടിലായിട്ട് വർക്ക് എടുത്തിട്ടുള്ള ഒരു ട്രക്കാണ്. കാരണം ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കായിട്ടും ബസ്സായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4x4ഉം അതേമാതിരി 4x2 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ 4x4 ഭയങ്കര റയറാണ്. അപ്പോൾ ആ ഒരു 4x4 ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഔട്ടർ ലുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ബസ്സും വന്നിട്ടുണ്ടായിരുന്നു. ഫേസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ 2 വണ്ടിയും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഫേസിൽ കേട്ടോ. കാരണം വെച്ചാൽ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ ആ ഒരു സിമ്പിളായിട്ട് വന്നിട്ടുള്ള എന്താണ് ഹെഡ്ലൈറ്റും കാണാൻ തന്നെയാണ്. പിന്നെ അന്ന് ആ ജീപ്പിലൊക്കെ മഹീന്ദ്ര ജീപ്പിലൊക്കെ അന്ന് കണ്ടിട്ടുള്ള ആ ഒരു സ്ലാട്ടായിട്ടുള്ള ഗ്രില്ല് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു റെഡ് ബ്ലാക്ക് കളർ തീമിലൊക്കെയാണ് വണ്ടി കളറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അത്രയും പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ റീസ്റ്റോറേഷൻ നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിന് ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ആ ഒരു പഴയ ടച്ച് തന്നെയാണ് ഇപ്പോഴും ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബോഡിലായിട്ട് അത്രയും കയറി കണ്ടാൽ നിൽക്കുന്നത്. കാരണം ഇതൊരു 4x4 വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസുകളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിലും ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫുൾ ബാർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം സേഫ്റ്റി ഭാഗമായിട്ട്. കാരണം ഇതൊരു ഓഫ് റോഡ് പോകുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബാറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് മിറർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വൈപ്പർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആ ഒരു പഴയ കാലത്ത്. കാരണം ജീപ്പിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് മഹീന്ദ്രൻ്റെ ജീപ്പിൽ. കാരണം വെച്ചാൽ ആ ചെറിയ വൈപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ എലമെൻറ്റ്സ് നമ്മൾ മഹീന്ദ്ര ജീപ്പിൽ കണ്ട അതേ എലമെൻറ്റ്സ് നമുക്ക് ഇതിലും വന്നിട്ടുള്ളത്, FJയിലും വന്നിട്ടുള്ളത്. സാറ്റ് പ്രൊഫൈലായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ കോമ്പാക്ട് സൈസ് കാണിക്കുന്നത്. കാരണം വെച്ചാൽ ക്യാബിൻ വലുതാണെങ്കിലും പക്ഷേ എന്താണ് ഇത് ബാക്കത്തെ ലോഡിംഗ് ബേ ചെറുതാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പിക്കപ്പ് ട്രക്കാണ് വന്നിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഏത് കുന്നും വരെയും കയറി പോകുന്ന രീതിയിലുള്ള. കാരണം അത്രക്ക് ഓവർ സൈസ്ഡ് അല്ല. കാരണം ഭയങ്കര ഒരു കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഏത് കുന്നും വരെ അനായാസം കയറി പോകുന്ന രീതിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ വിഷ്വൽസ് കാണുന്നുണ്ടാവും. കാരണം ഇത് ഓഫ് റോഡൊക്കെ കൂളായിട്ടാണ് കയറി പോകുന്നത് ഈ വാഹനം. പിന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഡോർ കാര്യങ്ങളൊക്കെ പറയുന്നത് സിമ്പിൾ ഡിസൈൻസാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ ഒരു സൈഡിലേക്കൊക്കെ വരാൻ ബാക്ക് പ്രൊഫൈൽ ഇതിൻ്റെ ഈ ഒരു സംഭവം ക്യാബിൻ നല്ല രസം കിട്ടാം. കാരണം വെച്ചാൽ ഈ വണ്ടിയിൽ ഏറ്റവും ലുക്ക് ബേസ് നോക്കുകയാണെങ്കിലും ക്യാബിനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്യാബിൻ ഭയങ്കര ഹൈലൈറ്റഡ് ആണെന്ന് പറയാം. പക്ഷേ അത്രയ്ക്ക് എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻസ് വേറെ തന്നെയാണെന്ന് പറയാം. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഡോർ ഷേപ്പ്, ഈ ഡോറിൻ്റെ ഷേപ്പ് നല്ല രസം കിട്ടും. എന്താ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഇങ്ങനെ വരുന്ന ഒരു പ്രൊഫൈലായിട്ടാണ് ഇതിൻ്റെ ടോപ്പ് സൈസ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു സംഭവം ക്യാബിനെടുത്ത് വരാണ്ട്. കാരണം വെച്ചാൽ ഈ ക്യാബിനൊക്കെ ഇപ്പോൾ ഇതിൻ്റെ സ്പെയറുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാബിനൊക്കെ ഇത് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അതേമാതിരി ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. സംഭവം ഇത് FJ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ക്യാബിനൊക്കെ കാലപ്പഴക്കം കൊണ്ട് ചെറിയ പാച്ചുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീസ്റ്റോറേഷൻ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ് ഇപ്പോൾ. യൂസ് ചെയ്ത ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടെറൈൻ ടയേഴ്സാണ്, ഓൾ ടെറൈൻ ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ബോഡി ഇതൊക്കെ നമ്മൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സസ്പെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ ലീഫ് സ്പ്രിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും ലീഫ് സ്പ്രിംഗ് ആണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് ലീഫ് സ്പ്രിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിലായിട്ടും വരികയാണെങ്കിൽ നമുക്ക് അവർ ഇത് 4B-ലാണല്ലോ. അപ്പോൾ ആ ഒരു 4 ടയറേ വരുന്നുള്ളൂ. ചെറിയ ട്രക്കാണ്. കാരണം നമുക്ക് വലിയ ട്രക്കായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ ചെറുത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലോഡിംഗ് ബേ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് ബൊലേറോയുടെ ലോഡിംഗ് ബേ ആയിട്ടാണ് ഇതിൽ മാറ്റിയിട്ടുള്ളത്. അത് നമുക്ക് ഏത് മാറ്റത്തിലും മാറ്റാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ബൊലേറോണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ലുക്ക് ഭയങ്കരം തന്നെയാണ് ഈ ബാക്ക് നോക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇതൊരു പിക്കപ്പ് ഒരു ഷോപ്പ് പർപ്പസ് വണ്ടിയായിട്ടും യൂസ് ചെയ്യാം. അതേമാതിരി ഏത് കുന്നുമല അനായാസം കയറ്റാനും പറ്റും. അങ്ങനെ 4 വീലായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ പർപ്പസും കൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ റിയറിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇത് ബൊലേറോയുടെ ടൈൽ ലാമ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്തപ്പോൾ നമുക്കിത് മാറ്റിയിട്ടുണ്ട്. സംഭവം ബൊലേറോൻ്റെ ആണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ലോഡിംഗ് ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബേസ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. പക്ഷേ അത്രയ്ക്ക് ഹൈറ്റൊന്നും വന്നിട്ടില്ല. അതാണെങ്കിൽ നമുക്കിത് ബോക്സ് ടൈപ്പൊക്കെ അടിച്ചാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്യാബിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് എയർ ഇൻടേക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും വലിയൊരു എയർ ഇൻടേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേമാതിരി ഈ ക്യാബിൻ്റെ കാര്യം ലുക്ക് ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ കുറേ വട്ടമായി പറഞ്ഞു ഈ ഒരു കാര്യം. അത് ക്യാബിൻ ഭയങ്കര ലുക്കാണ്.
ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ലുക്കാണെന്ന് പറയാം. നമ്മളിനി ഇന്ത്യയിലേക്ക് കിടക്കണമെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയാം ഇതിന് ഇന്ത്യയിൽ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതേമാതിരി ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ എലമെൻസും ഇതിൽ അന്ന് മുതലേ ഉള്ള എലമെൻസിനാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ റിനോവേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ക്യാബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻജിൻ ബേ ആണ് ഇത് കാണുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്കും വന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ഒരു എൻജിന് ഇത്രയും ഹൈറ്റിൽ വന്നുകൊണ്ട് കൂടിയിട്ടാണ് നമുക്കിപ്പോൾ ആകെ 2 ആൾക്ക് ഇതിലിരുന്ന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. സാധാരണ നമുക്കൊരു പിക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 ആൾക്കെങ്കിലും അവിടെ സെല്ലിൽ ഇരിക്കാൻ പറ്റിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിൽ തന്നെ 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ഇതിൻ്റെ എൻജിൻ ക്യാബിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഹീറ്റിംഗ് ആണ്. എൻജിൻ റൂം അല്ല ഈ ഒരു ക്യാബിനിൽ ഭയങ്കര ഹീറ്റിംഗ് ആണ് സംഭവം വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇതിന് ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വണ്ടി റീസ്റ്റോറേഷൻ ചെയ്തപ്പോൾ ഇതിൽ AC കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് AC കാണാൻ പറ്റും. AC ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് AC കയറ്റിയിട്ടുണ്ട്. അതേമാതിരി ഈ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കുഷനിങ് ഒക്കെ കൊടുത്ത് നല്ല കുട്ടവനാക്കി വെച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടാക്കുള്ള സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇതാ ചാവി തന്നിട്ടുള്ളത്. ഇവിടെ കീ ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ പക്കാട്ടോ. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ വന്നിട്ടുള്ളത്. ഇത് സെൻറ്ററിൽ ഇതാണ് ഹോണ്ട ബട്ടൺ വന്നിട്ടുള്ളത്. ഹോണില്ല, ഇതാണ് ഹോണ്ട ബട്ടൺ വന്നിട്ടുള്ളത്. പിന്നെ ഗിയർ ഇതാ ഇവിടെ ഇതിൻ്റെ ഷിഫ്റ്റിംഗ് വന്നിട്ടുള്ളത്. ബാറ്ററിയുടെ ആംബിയർ കാണാൻ പറ്റും. അതേമാതിരി ടെമ്പറേച്ചർ, ഫ്യൂവലിൻ്റെ ഗേജ്, അതേമാതിരി ഓയിലിൻ്റെ ഗേജ്, അതേമാതിരി സ്പീഡോമീറ്റർ, ഇത്രയും ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇതാ പറഞ്ഞൊരു ആഫ്റ്റർ മാർക്കറ്റ് AC വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കൺട്രോൾ ആയിട്ടും. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ വണ്ടി ഓടി വന്നതാണ്. അപ്പോൾ അത് ഹീറ്റിംഗ് ഭയങ്കരമായിട്ട് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ 4x4ൻ്റെ ഗിയർ വന്നിട്ടുള്ളത്. ഇതാണ് സംഭവം വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അവിടെ പറഞ്ഞാൽ നമുക്കിതിൻ്റെ എൻജിൻ്റെ ബാക്കി പോർഷനാണ് ഫ്യൂൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ, ഡീസൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരികയാണിത് 24 വാട്ടിൻ്റെ ഒരു ബാറ്ററി ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു ക്യാബിനിൽ വരാനുള്ളത്. ക്യാബിൻ കുറേ മാറ്റങ്ങൾ വരുത്തിയതാണ്. ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു വിൻറ്റേജ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു പഴയ കാലത്തെ ഫീലൊക്കെ നമുക്ക് ഇപ്പോൾ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ നമുക്ക് പരിചയപ്പെടേണ്ട ഒരു ആൾ തന്നെയാണ്. കാരണം ഒട്ടേറെ പ്രത്യേകതകൾ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ നിൽക്കാം. ഞാൻ ഇപ്പോൾ ക്യാമറ വരച്ച് കാണാൻ നിൽക്കേണ്ടത് ഗോപ്രോ ആയതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം അങ്ങനെ അറിയാത്തത്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഓണർ. ഇതൊക്കെ ഓരോ നായ്ക്കളായി ഇരിക്കേണ്ടി വരും. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഇപ്പുറത്ത് ആനയുണ്ട്, അപ്പുറത്ത് ഞങ്ങളുടെ കുതിര കാര്യങ്ങളൊക്കെ സംഭവം അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന അടുത്തേക്ക് അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഏകദേശം എത്ര വർഷത്തോളം ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ എടുത്തു, എവിടെ നിന്ന് എടുത്തു, എന്തുകൊണ്ട് എടുത്തു? ഞാനിതൊരു 6-7 വർഷമായി എടുത്തിട്ട്. ഞാൻ പെരുമ്പാവൂരിനടുത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് പർപ്പസിനാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്? 4 വീലാണല്ലോ നമ്മളെ വീക്ക്നെസ്. ഇവിടെ ഒരു മിനിറ്റ് പാചകത്തിൻ്റെ കൊലയാറോ, പിന്നെ ഇവിടെ എടുക്കേണ്ട പിക്കപ്പ്, കൊലാറ പിക്കപ്പ്, ഇതൊക്കെ 4 വീലായിരുന്നു. എല്ലാ വണ്ടിയും 4 വീലായിരുന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മോഡിഫൈ ചെയ്യാനൊക്കെ എന്തെങ്കിലും ക്രൈസ് കാരണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്? 4 വീലാണ് നമുക്ക് തന്നെ വണ്ടി നാൽക്കാലികൾ. ആ ഒരു ക്രൈസാണ്. പക്ഷേ ബാക്കിൽ ഇത്ര ആനയാണ് നിൽക്കേണ്ടത്, ഇവിടെ നിൽക്കേണ്ടത് പറയേണ്ട കാര്യമല്ല, ടെൻഷൻ അടിച്ചിട്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രൈസിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ, ഈ ആനായാലും ഇതൊക്കെ. അപ്പോൾ ഈ ഒരു പർപ്പസിനും പിന്നെ അതേമാതിരി നമ്മളെ ഓഫ് റോഡ് പർപ്പസിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വണ്ടിയൊക്കെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ഈ വണ്ടിയിലിപ്പോൾ ഫുള്ള് റീസ്റ്റോറേഷനൊക്കെ ചെയ്ത് അപ്പോൾ എത്രത്തോളം കോസ്റ്റ്? അപ്പോൾ വണ്ടി എടുത്ത് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? അന്ന് വണ്ടിക്ക് ഞങ്ങള് ഒരു 95 അങ്ങനെ അത്ര സംതിങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വില പറഞ്ഞാൽ നല്ല വില ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ വണ്ടി ഒന്നാമത് ഭയങ്കര റയർ ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മൂല്യം കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. ഇവിടെ നമുക്ക് ആന വരുന്നുണ്ട്, അതേമാതിരി കുറേ പട്ടികൾ വരുന്നുണ്ട്, കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ, പല അനിമൽസും വരുന്നുണ്ട്. അതേമാതിരി ഇവിടെ വേറെ സംഭവം കാണിച്ചു തരാം. പിന്നെ അതേമാതിരി ഈ ഷിമി എന്നാണ് മൂപ്പരുടെ പേര് വരുന്നത്. അപ്പോൾ ഷിമിലുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരുടെ സത്യം പറഞ്ഞാൽ ഒരു വണ്ടി ഭ്രാന്തനാണ്, അതേപോലെ തന്നെ ഒരു മൃഗസ്നേഹിയാണെന്ന് പറയാം. കാരണം ഇവിടെ ഇഷ്ടം പോലെ ഈ ഒരു റോ ഫുള്ള് കുതിരകളാണ് വന്നിട്ടുള്ളത്, കാണാൻ പറ്റും. ഇവിടെ അവരൊക്കെ ഫീഡിങ് ആണ്, ടൈം എടുത്ത് കൊടുക്കുകയാണ്, കണ്ടില്ല. ഇവിടെ ഒരാളെ നോക്കിയിരിക്കണേ. ഹായ്, പറയൂ. ഇവിടുത്തെ ഒരാള് ഇവിടെ അങ്ങനെ ഫുള്ള് കുതിരകളാണ് വന്നിട്ടുള്ളത്. കുതിര, പട്ടി, അതേമാതിരി അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് മൂപ്പരെടുത്തുള്ളത്. അപ്പോൾ കഴിച്ച് നമ്മൾ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് ബാക്കിൽ ആരാണ് നോക്കൂ. അപ്പോൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലം റയർ വണ്ടികളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു സ്ഥലം കിടിലം വേണ്ടിയിട്ടും കിടിലം വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.